ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഞണ്ട് തോരനാണ്. നമ്മൾ ഞണ്ട് കൊണ്ട് റോസ്റ്റ് വയ്ക്കാറുണ്ട്, തോരൻ വയ്ക്കാറുണ്ട്, കറി വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞണ്ട് തോരനാണ്. ഇപ്പോൾ ഞണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ ഞണ്ടിൻ്റെ സീസണാണ്. നമ്മളിപ്പോൾ ഞണ്ട് മേടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ വളരെ അടുത്തുള്ള മാർക്കറ്റിൽ ചെന്നാൽ മതി. ഇപ്പോൾ ഞണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഞണ്ട് തോരൻ നമുക്ക് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ നമ്മൾ സവാള ചേർക്കുന്നില്ല. ഇപ്പോൾ സവാള മേടിക്കണമെങ്കിൽ വീട് തന്നെ പണയം വെക്കേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മൾ സവാള ചേർക്കുന്നില്ല. സവാള ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ഞണ്ട് തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ തോരൻ വെക്കാനുള്ള കംപ്ലീറ്റ് സംഭവങ്ങളും റെഡിയാക്കി വെച്ചേക്കാണ്. നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് നോക്കാം. ഒത്തിരി പേർക്ക് അറിയത്തില്ല, ചിലവർക്ക് അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ ആദ്യം ഇങ്ങനെ ഒടിച്ച് മാറ്റി വെക്കുക. നമ്മളിപ്പോൾ അധികം വലിയ ഞണ്ടല്ല നമുക്ക് കിട്ടിയേക്കുന്നത്, ഒരു ഇടത്തരം സൈസാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ലോക്ക് ഉണ്ടാവും. അതിങ്ങനെ പിടിച്ചിട്ട് രണ്ടായിട്ട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഷെല്ല് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് കിട്ടും. കണ്ടോ, ആ ഷെല്ല് വരുന്ന പോർഷൻ അത് വേസ്റ്റാണ്, നമ്മൾ എടുക്കരുത്. അപ്പോൾ നമ്മളതിൻ്റെ ഈ പൂ പോലത്തെ ഒരു സാധനമുണ്ട്, അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുക. അതെല്ലാം വേസ്റ്റാണ്. അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ പൂ പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളെ ഞണ്ട് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുള്ളു പോലത്തെ സംഭവം ഉണ്ടാവും. അതൊക്കെ നമ്മൾ കത്തിരി ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്താണ് ഈസി. കത്തിരിയാണ്, സിസേഴ്സാണ് കുറച്ചും കൂടെ എളുപ്പം, നൈഫിനെ കഴിഞ്ഞും. അപ്പോൾ നമ്മളതിൻ്റെ എല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുത്തുകൊള്ളും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് ചെയ്യേണ്ടത് ഇതേ ഒന്നും കൂടെ അതിനെ കാണിച്ചു തരാം. നമ്മളിതേ ഒരു ഞണ്ടെടുക്കുക, അതിൻ്റെ കാലൊക്കെ ആദ്യം ഒടിച്ച് മാറ്റുക. കാലൊക്കെ ഒടിച്ച് മാറ്റിയതിന് ശേഷം അതിന് ലോക്ക് പോലത്തൊരു കവറിങ് ഉണ്ടാവും. അതിന് മുന്നേ നമ്മളെ കുഞ്ഞ് കാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ വലിയ ഞണ്ടാണെന്നുണ്ടെങ്കിൽ ഈ കാലെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുഞ്ഞായതുകൊണ്ട് അതിലൊന്നും കാണത്തില്ല. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത് ലോക്ക് പോലത്തൊരു സംഭവം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് ഇത് ഇങ്ങനെ എടുത്താൽ മതി. അതിന് ഒന്നും കൂടെ പറയുവാണ്, ഷെല്ല് എടുക്കരുത്, ഷെല്ല് വേസ്റ്റാണ്. നമ്മൾ ഷെല്ല് കളയുക. ഇതേപോലത്തെ അതിൻ്റെ പൂവും അതിനകത്തുള്ള വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചില ഞണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ മുട്ട എന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ ഈ നമ്മൾ പറഞ്ഞ ഞണ്ടിൻ്റെ കല്ലാന്ന് പറയും. അതുകൊണ്ട് ആ മഞ്ഞ കളറിലിരിക്കുന്ന സാധനമാണ് എൻ്റെ കല്ലാന്ന് പറയുന്നത്. അത് നല്ല ടേസ്റ്റാണ്, നമുക്ക് കറിയുടെ തൊട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മളൊന്ന് സൂക്ഷിച്ചെടുക്കുക. ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ വേസ്റ്റാണെന്ന് കരുതണ്ട, നമുക്ക് കഴിക്കാൻ കൊള്ളുന്ന സാധനമാണ്. അതിൻ്റെ മുട്ടയെന്ന് പറയും. നമ്മൾ സാധാരണ മീനിനെ ഉള്ള പോലത്തെ മുട്ട തന്നെയാണ് ആ ഓറഞ്ച് കളറിലിരിക്കുന്ന സംഭവം. അപ്പോൾ നമ്മളത് വളരെ ക്ലീൻ ചെയ്ത് നമുക്ക് കറിയുടെ കൂടെ ഇടാമെന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടെ അത് ക്ലിയറായിട്ട് കാണിച്ചു തരാം. നമ്മൾ ആ ഷെല്ല് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഉള്ളിലിരിക്കും ഈ സംഭവം. ഈ കാണുന്നതാണ് ആ ഓറഞ്ച് കളറിലിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഞണ്ടിൻ്റെ മുട്ട എന്ന് പറയുന്നത്. അത് നമുക്ക് എഡിബിളാണ്, നമുക്ക് കറിയുടെ കൂടെ ഇട്ട് കഴിക്കാമെന്നുള്ളതാണ്. നമ്മൾ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഞണ്ട് മേടിക്കുമ്പോഴത്തേന് ഒരുപാട് കാണുമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം അവരൊരു ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കൂടുതലോ കുറവോ മേടിക്കുന്നുണ്ട്. ഇത്രയും വേസ്റ്റാണ് വരുന്നത്. ഞണ്ടിൻ്റെ ഒരു 75% വേസ്റ്റാണുള്ളത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കൂടുതൽ മേടിക്കുക, അംഗങ്ങൾ കൂടുതലുള്ളവർ. അപ്പോൾ നമ്മൾ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു 3-4 തവണ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്ലീനായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ ഞണ്ടിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടെന്ന് പറയുന്നത് നമ്മുടെ കായൽ ഞണ്ട് തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് വരുന്നത്. കടൽ ഞണ്ടിനെ കഴിഞ്ഞും കായൽ ഞണ്ടാണ് നല്ല ടേസ്റ്റായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കായൽ ഞണ്ട് തന്നെ കഴിവതും വാങ്ങാൻ ശ്രമിക്കുക, അതാണ് കുറച്ചും ടേസ്റ്റ്. വലിയ സൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് കുഞ്ഞു സൈസ് കിട്ടിയുള്ളൂ, വലിയ സൈസ് കിട്ടും.
അപ്പോൾ നിങ്ങളത് വാങ്ങി കറി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഞണ്ടെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടുപ്പ് സെറ്റാക്കി കൊടുക്കാം. അടുപ്പ് സെറ്റാക്കിയിട്ട് നമുക്കൊരു മൺചട്ടിയിലാണ് നമ്മളൊന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടിയുടെ നമ്മൾ കഴുകിയതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ നാച്ചുറൽ വെളിച്ചെണ്ണയാണ്, നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ തേങ്ങ ഉണക്കി ആട്ടിയ വെളിച്ചെണ്ണയാണ്. നമ്മളിന്ന് ചെയ്തേക്കെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഒഴിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കടുക് താളിച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി ചേർക്കുന്നില്ല. കടുക് താളിച്ചതിന് ശേഷം നമ്മുടെ ഉലുവയിട്ട് ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഒരു തേങ്ങ നമുക്ക് ഉപയോഗിക്കാം. ഒരു തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്താലും മതി. എന്നിട്ട് അതും നമ്മുടെ എണ്ണയിലിട്ട് തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളതാണിപ്പം ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്നത്. തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഗ്രേവി എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ഞണ്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടംപുളി അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉലുവ നമ്മൾ ചേർക്കുന്നതും മുഴുവൻ ഉലുവയാണ് ചേർക്കുന്നത്. പൊടിച്ച ഉലുവയില മുഴുവൻ ഉലുവയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതാണ് നമ്മൾ വീഡിയോ കുറച്ച് ഡിലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. എൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മസാല എല്ലാം ചേർത്തിട്ട് നമ്മൾ ഞണ്ട് വെന്ത് വരുമ്പോഴത്തേനും 2 സ്പൂൺ കുരുമുളക്, നമ്മളെ വീട്ടിൽ ഉള്ള കുരുമുളക് തന്നെയാണ്, കടയിൽ നിന്ന് മേടിച്ചതല്ല. നമ്മൾ കുരുമുളക് ഒന്ന് പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഞണ്ടും തോരനും നമ്മുടെ ഈ കുരുമുളക് എല്ലാമായിട്ടും നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത്, അപ്പം വെള്ളത്തിൻ്റെ അംശം വേണ്ട. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക. നമുക്ക് ഞാനിന്ന് ഉപയോഗിച്ച് നമ്മളെ സ്പൂണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആൻറ്റി അയച്ചു തന്നെയാണ്. നമ്മളെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരത്തി ബാംഗ്ലൂരാണ് ഉള്ളത്. ഞാൻ സ്പൂണ് കണ്ട ഈ സ്പൂണാണ്. ഞങ്ങൾ 3 സ്പൂൺ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിപ്പം ഓരോ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ സ്പൂൺ അയച്ച ആൻറ്റിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ബാംഗ്ലൂരാണ് പുള്ളിക്കാരി ഉള്ളത്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം കണ്ട ചെറിയൊരു ഗ്രേവി പോലെ സംഭവമുണ്ട്, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഞണ്ട് നമുക്ക് ഇറക്കി വെക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഞണ്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അതിന് മുന്നേ നമുക്കൊരു ഇച്ചിരി കരിവേപ്പില തണ്ട് പൊട്ടിച്ച് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവർ വരും. നമുക്ക് 2 കരിവേപ്പില തണ്ട് പൊട്ടിച്ച് അതിൻ്റെ പുറത്ത് വെച്ച് അടച്ച് വെക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന നേരം സെർവ് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവർ വരും. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. ഒരു സ്പൂണും കൊടുക്കാം അല്ലേ, ഇതങ്ങോട്ട് തികയത്തില്ല. നമുക്ക് ഒരു സ്പൂണും കൂടെ. അപ്പം നമ്മുടെ ഞണ്ട് തോരൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ, നമ്മൾ സെർവ് ചെയ്തെടുത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞണ്ട് തോരനും നമ്മുടെ കപ്പ പുഴുങ്ങിയതും നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മളെ കുരുമുളകിൻ്റെയും ആ ഏരിയയൊക്കെ തന്നെ പിടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചതിൻ്റെ ആ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട്. വളരെയധികം രുചിയുള്ളതാണ്. ഞണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ ക്രാബിനെ കുറിച്ച് പറഞ്ഞാൽ കാൽഷ്യം കണ്ടൻ്റാണ്. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും നല്ല എല്ലിൻ്റെയും പല്ലിൻ്റെയും ഗുണത്തിനൊക്കെ കാൽഷ്യം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ക്രാബ് കറി വയ്ക്കുക. കഴിക്കാത്ത പലരും ഉണ്ട്, കഴിക്കാത്ത പലരും ഉണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും കഴിച്ച് ശീലിക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. എരിയുണ്ട്, എല്ലാത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെ എല്ലാത്തിൻ്റെയും ടേസ്റ്റുണ്ട്. വയറിന് യാതൊരു അസുഖം ഉണ്ടാകില്ല. ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാം, മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ അവരുടെ കയ്യിൽ ഇതിങ്ങനെ അപ്പടിയെ എടുത്ത് കൊടുക്കരുത്. അവർക്കത് എടുത്തു കഴിഞ്ഞ് അതിനകത്ത് മാംസം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. വളരെയധികം ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആ ഉള്ളി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും കറിക്കില്ല. പക്കയായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ ഉള്ളി ചേർത്ത് ചെയ്തതിനെ കഴിഞ്ഞും ഇതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാൽഷ്യം കണ്ടാണ് പിള്ളേർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കഴിവതും നല്ല ക്രാബ് നോക്കി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. ഈ വളർത്തുന്ന മേടിക്കാണ്ട് കുറച്ചും കൂടെ നല്ല നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന കായലിൽ നിന്നൊക്കെ കിട്ടുന്ന ഞണ്ടാണ് കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾ എന്തായാലും അത് വാങ്ങിച്ച് കറി വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഞണ്ട് തോരനും കപ്പയും വെച്ച് ഒന്ന് കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.